17 ദോഹ തുംഹരോ മന്ത്ര വിഭീഷണമാന ലങ്കേശ്വരി ഭയെ സബുജഗുജാന. അങ്ങയുടെ ഉപദേശം സ്വീകരിച്ച വിഭീഷണൻ ലങ്കേശ്വരനായി തീർന്ന വിവരം സകല ലോകർക്കും അറിയാവുന്നതാണ് എന്നർത്ഥം. തുംഹരോ മന്ത്ര വിഭീഷണമാന, ഇവിടെ മന്ത്രം എന്ന പദത്തിന് ഉപദേശം എന്നും മാർഗനിർദ്ദേശം എന്നും രണ്ടർത്ഥം പറയുന്നു. ശത്രുക്കൾക്ക് ഭയമുണ്ടാക്കുന്നവൻ, വിശേഷേണ ഭീഷണനായിട്ടുള്ളവൻ എന്നാണ് വിഭീഷണൻ എന്ന പേരിൻ്റെ അർത്ഥം. ഇവിടെ ശത്രു അധർമ്മികളായിട്ടുള്ളവരെല്ലാം തന്നെ വിഭീഷണൻ്റെ ശത്രുക്കളാണ്. വിഭീഷണൻ തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചോദിക്കുന്ന വരമെന്ന് പറയുന്നത്, അത്യാപത്തിൽ അകപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ ബുദ്ധി ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണം. ഏതേത് അവസ്ഥകളിൽ എനിക്ക് എന്തെന്ത് ബുദ്ധി ഉദിക്കുന്നുവോ അതെല്ലാം തന്നെ ധർമ്മിഷ്ഠമായിരിക്കണം. ആ ധർമ്മം ഞാൻ പാലിക്കുകയും വേണം എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. ധർമ്മത്തിൽ മാത്രം ആസക്തിയുള്ളവനാണ് വിഭീഷണൻ. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും അനുഗ്രഹങ്ങൾ വന്നു ചേരും എന്നതിനുള്ള ദൃഷ്ടാന്തമാണ് സീതാന്വേഷണത്തിനായി ലങ്കയിലെത്തിയ ഹനുമാൻ ആളറിയാതെ വിഭീഷണൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. രാക്ഷസന്മാരുടെ വീടുകൾക്കിടയിൽ തുളസിച്ചെടിയുള്ള ഒരു വീട്, രാമനാമം എഴുതിയൊരു വീട് കണ്ടിട്ടാണ് ഹനുമാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത്, അതും ബ്രാഹ്മണൻ്റെ വേഷം ധരിച്ചിട്ട്. പക്ഷേ തൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് രാമദൂതനായ ഹനുമാനാണ് എന്ന് പെട്ടെന്ന് തന്നെ വിഭീഷണന് മനസ്സിലാവും. അന്നേരം ചോദിക്കും, ഞാൻ നിസ്സഹായനാണ്, സംരക്ഷണം ഇല്ലാത്തവനാണ്, അതുകൊണ്ട് ശ്രീരാമൻ എൻ്റെ മേലിൽ കൃപ ചൊരിയുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഹനുമാൻ പറയും, സൂര്യപുത്രനായ സുഗ്രീവൻ്റെ മേൽ കൃപ ചൊരിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കും ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ അത് നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഹനുമാൻ ഉപദേശിക്കുന്നുണ്ട് വിഭീഷണനെ. ലങ്കേശ്വരി ഭയെ സബ് ജഗ് ജാന. വിഭീഷണൻ ലങ്കേശ്വരനായി, ലോകം മുഴുവൻ അറിയുന്ന കാര്യമാണ്. ലങ്കയെയും ബന്ധുമിത്രാദികളെയൊക്കെ വെടിഞ്ഞിട്ടാണ് വിഭീഷണൻ ശ്രീരാമന് അഭയം പ്രാപിക്കുന്നത്. പക്ഷെ അന്നേരം തന്നെ ലങ്കേശ എന്ന് വിളിച്ചുകൊണ്ടാണ് രാമൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. ഇവിടെ ഹനുമാൻ രണ്ട് ശ്രേഷ്ഠന്മാരെ, സുഗ്രീവനെയും വിഭീഷണനെയും ഭഗവാനുമായി ബന്ധിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് 16-17 ശ്ലോകത്തിൽ കാണാം. തൻ്റെ ഗുരുപുത്രനായ സുഗ്രീവൻ്റെ അടുത്തേക്ക് ഹനുമാൻ ഭഗവാനെ കൂട്ടിക്കൊണ്ടുവന്നു. ശത്രു സഹോദരനായ വിഭീഷണനെയും രാമൻ്റെ അടുത്തേക്ക് നയിക്കുന്നു. രണ്ടുപേരും പക്ഷേ സ്വന്തം സഹോദരന്മാരെ വധിച്ച് രാജ്യം നേടാൻ വേണ്ടിയാണ് ഭഗവാനെ ആശ്രയിച്ചതെങ്കിലും ഹനുമാനുമായുള്ള സഹവാസം കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും രണ്ടുപേർക്കും പൂർണ്ണമായും ഭഗവാനിൽ ശരണാഗതി നേടാൻ കഴിഞ്ഞു എന്ന് തുളസീദാസ് ജി ഇവിടെ പറയുന്നു.